ഫോറിൻ്റെയും സെൻസിൻ്റെയും യൂസേജസ് എന്തൊക്കെയാ? ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതും ടൈമിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ നമ്മൾ കാലയളവ് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാലയളവ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 3 years. ഫോർ ഇവിടെ യൂസ് ചെയ്തത് എന്തിനാ? 3 വർഷത്തെ ആ ഒരു കാലയളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3 വർഷം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡ്യൂറേഷൻ. ആ ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്തിട്ടുള്ളത്, കാലയളവ്. സിൻസ് എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ മുതൽ എന്നാണ് പറയാ. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ സിൻസ് 2002 എന്നൊക്കെ നമ്മൾ കാണാറില്ലേ? സിൻസ് 2002. ചില ഷോപ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ സിൻസ് 2002 എന്നുണ്ടാവും. അത് ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് കാണിക്കുന്നത്. അതാണ് സിൻസ് 2002. സിൻസ് മൺഡേ എന്ന് പറയും, മൺഡേ മുതൽ. അല്ലെങ്കിൽ ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആണ്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2020. 2020 മുതൽ ഞാനിവിടെ താമസിച്ച് വരികയാണ്. 2020 മുതൽ ഞാനിവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. സോ ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂറേഷൻ കാണിക്കാനും, സിൻസ് യൂസ് ചെയ്യുന്നത് മുതൽ, ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ. ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് കാലയളവ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണിക്കാനാണെന്ന് പഠിച്ചു. സിൻസ് യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം, അതായത് മുതൽ എന്നുള്ളൊരു മീനിങ് വരുന്നതാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വേറൊരു ദിവസം നമുക്ക് ഗ്രാമറിലെ വേറൊരു സെക്ഷൻ പഠിക്കാം. ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കാണണമെങ്കിൽ, ഡെയിലി കണ്ട് പഠിക്കണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.